ഇന്ന് ഞാൻ കിങ് ഫഹദ് ലൈഫ് പാർക്കിലാണുള്ളത് കേട്ടോ. ദമാമിലെ കിങ് ഫഹദ് ലൈഫ് പാർക്കിലാണുള്ളത്. ഇതൊരു വലിയൊരു പാർക്ക് കേട്ടോ. വലിയൊരു പാർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. ഇത് പണ്ട് കാലത്ത് ഭയങ്കര ബിസി ഉണ്ടായിരുന്നൊരു പാർക്കാണ്. ഇപ്പോഴും കുഴപ്പമില്ല, ബിസിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആവശ്യം പോലെ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് പാർട്ടി നടത്താനും പ്രോഗ്രാംസ് നടത്താനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു പാർക്കാണ്. ഇവിടെ ആവശ്യം പോലെ റൈഡും ഉണ്ട് കേട്ടോ. റൈഡൊക്കെ ആ കാണുന്ന ഭാഗത്താണ്. എൻ്റെ പുറകിൽ ദേ ഇങ്ങനെ ഈ കാണുന്ന ഭാഗത്താണ് റൈഡ്. അപ്പോൾ നമ്മൾ ഇനി ഈ പാർക്കിലെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ എൻ്റെ നേരെ ബാക്കിൽ സ്വാൻ ലേക്കാണ്. പിന്നെ അതുപോലെ ഇവിടെ സ്കേറ്റിങ്, അത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള, പിന്നെ ഫാമിലീസായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ക്വയറ്റായിട്ട് നമുക്ക് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട്. ദേ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരം ആയതേ ഉള്ളൂ. ഒരു 4-4:30 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിങ് ഫഹദ് ലൈഫ് പാർക്കിലെ വിശേഷങ്ങളാണ്. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും അടിക്കുക. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇതൊരു 4:30 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് ഇവിടെ ആൾ കുറവാണ് കേട്ടോ. ആൾക്കാർ വരുന്നതുണ്ട്. ഒന്നാമതേ ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞു, കുറച്ച് ചൂടുമാണ്, അതുപോലെ ഹ്യൂമിഡിറ്റിയും ഉണ്ട്. ഇന്ന് പക്ഷേ എത്രത്തോളം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. എന്തായാലും നമുക്ക്, ഇതാണ് കിങ് ഫഹദ് ലൈഫ് പാർക്കിൻ്റെ അകത്തളം കേട്ടോ. ഈ കാണുന്ന ഭാഗമാണ്. അങ്ങോട്ട് നോക്കിയാൽ നോക്കാത്ത ദൂരത്തോളം സ്ഥലങ്ങളുണ്ട്. പിന്നെ അങ്ങക്കരെ നമ്മുടെ മുൻഭാഗത്ത് കാണുന്നത് കോബാർ സിറ്റിയാണ്. ദേ ഈ കാണുന്നത് ദമാം സിറ്റിയാണ്. ദമാം സിറ്റിയുടെ ഔട്ട് സൈഡാണ് കാണാൻ കേട്ടോ. ഇവിടുന്ന് കുറേ ദൂരെ പോകാനുണ്ട് ദമാം സിറ്റി. ഇതേ കണ്ടോ, ഇവിടെ എല്ലാം നല്ല പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുല്ലൊക്കെ ചൂടായത് കാരണം ബ്രൗൺ കളറിലായി. പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങി. ഈ നടുഭാഗത്തുണ്ട്. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ശരിക്കും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പക്ഷേ എന്തോ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. വല്ലാതെ ഉണങ്ങി കരിഞ്ഞൊക്കെ കിടക്കുകയാണ്. കുറച്ചുകൂടെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ആൾക്കാർ നിറയെന്ന് തോന്നുന്നു. നാളെ മറ്റന്നാൾ ഇവിടെ സ്കൂൾ ഓപ്പൺ അല്ലേ. അപ്പോൾ സ്കൂൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും വെള്ളം തളിച്ചുകൊണ്ടിരിക്കുക. ചൂട് അസഹനീയമാണ്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം തളിച്ചിട്ട് പോലും പുല്ല് ഇതാകുന്നില്ല. മക്കൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ചാടി ഓടി കളിക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മോളെ വെള്ളം നനയ്ക്കരുതേ. ഓക്കെ, ഇനി ആ കാണുന്ന മതിലിൻ്റെ അപ്പുറത്താണ് റൈഡുകളൊക്കെ. നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. ആ റൈഡുകളൊക്കെ അവിടെ എന്താണെന്നൊന്ന് പോയി നോക്കി കാണാം. ഓക്കെ, ഇതുകൊണ്ട് ഇതിനകത്ത്, ഈ മതിൽക്കെട്ടിനകത്ത് കുറേ റൈഡുകളൊക്കെ ഉണ്ട്. എനിക്ക് റൈഡിൻ്റെ പേരുകളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഈ കാണുന്ന റൈഡിൻ്റെ പേരെന്താണെന്നോ നിങ്ങളൊന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല. എനിക്ക് കണ്ടിട്ട് വല്ലാതെയൊക്കെ തോന്നുന്നു. സംഭവം എൻട്രി ഇല്ലാത്ത മാതിരിയൊക്കെ തോന്നുന്നു. അടഞ്ഞു കിടക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നു. ഇവിടെ എന്തോ റിപ്പയറിങ് നടക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്ന് ഞാൻ ഈ റൈഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയെങ്കിലും റൈഡിനുള്ള ആൾക്കാരെയൊന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം അവസാനിച്ചാൽ ഇതൊക്കെ ഓപ്പൺ ചെയ്യുമോ എന്നറിയില്ല. ഇപ്പോൾ എന്തായാലും 4:30 മണിയായില്ലേ. 4:30 മണിയാകുമ്പോഴത്തേക്ക് എന്താണ്ട് ഓപ്പൺ ചെയ്യേണ്ട സമയമായല്ലോ. പക്ഷേ ഇതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാർ നടന്ന് വരുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ചോദിക്കാം അവരോട്, ആരോടെങ്കിലും. ഇവിടെ എങ്ങാനും വല്ലവരും ഉണ്ടോ, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പാർക്കിനുള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നണം. ഇവിടെയൊക്കെ നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പക്ഷേ എല്ലാം അടച്ചിട്ട മാതിരി കിടക്കുന്നു. ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന മാതിരിയാണ്. ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു. നോക്കട്ടെ കേട്ടോ, റൈഡുകളൊക്കെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനിന്ന് ആദ്യം പോകുന്നത് സ്വാൻ ലേക്കിലേക്കാണ് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഇത് സ്വാൻ ലേക്ക്. നേരെ മുന്നിലിങ്ങനെ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല കണ്ടോ, അങ്ങോട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്ക് സൂര്യപ്രകാശം. ഇപ്പോൾ എന്തായാലും ഞാൻ പാർക്കിനകത്തേക്ക് കയറാണ്. കുട്ടികൾ അങ്ങോട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ കോഫി ഷോപ്പ്, സൈക്കിൾ വാടകയ്ക്ക്, ഈ ബൈക്ക്, അങ്ങനെ പല പരിപാടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ദേ നോക്കിയാൽ ഇത്രയും ചൂടത്ത് വെള്ളം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കെട്ടി നിർത്തി അതിനകത്ത് സ്വാനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ സ്വാനൊന്നും കാണുന്നില്ല, ഒരൊറ്റൊരെണ്ണം ഇല്ല കേട്ടോ. വെള്ളം മാത്രമേ ഉള്ളത് തോന്നരുതേ. ആവശ്യം പോലെ വെള്ളം കെട്ടിക്കിട്ട് അവിടെ തണലത്തിങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ ഇല്ല കേട്ടോ. അങ്ങറ്റത്ത് തണലത്ത് അവർ കയറി നിൽക്കുന്നുണ്ട്. വെള്ളം നല്ല അടിപൊളിയായിട്ട് താഴത്ത് ബ്ലൂ ടൈൽസൊക്കെ ഒട്ടിച്ച് ബ്ലൂയിഷ് കളറാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇതിനകത്ത് ബോട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് കാണുന്നു ബോട്ടിനുള്ള ജെട്ടി കെട്ടിയിട്ടേക്ക് മാതിരി കുട്ടികൾക്കുള്ള ബോട്ട് ഓടിക്കാൻ അത് കണക്കാക്കി ഇങ്ങനെ സ്ഥലം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പാർക്കിനകത്തെ കാഴ്ചകളൊന്ന് കാണാം. കുറച്ച് അത്രത്തോളം നിങ്ങൾക്ക് സുഖമായിരിക്കില്ല, എന്തായാലും കാണാം നമുക്ക്. ഇവിടെയും എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. ഡിയർ വിസിറ്റർ ഡു നോട്ട് എൻ്റർ. എന്താണ് അവിടെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ പണി ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെയും എന്തൊക്കെയോ വെള്ളം കൊണ്ടുള്ള പരിപാടീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ മെയിൻ്റനൻസ് നടക്കുകയാണ് കേട്ടോ. മെയിൻ്റനൻസ് പരിപാടികളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാം. ഓരോന്നായിട്ട് കാണാം കേട്ടോ. നല്ല പുല്ല് പച്ചപ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ആൾക്കാർ വന്നു തുടങ്ങി. കണ്ടോ സാൻഡ് പാർക്ക് നല്ല ഒരു വാട്ടർ ടാങ്ക് തന്നെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. നല്ല സ്വിമ്മിംഗ് പൂള്, വലിയൊരു സ്വിമ്മിംഗ് പൂള് കേട്ടോ. അതിലേക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്. മരങ്ങളൊക്കെ വളർത്തി ഇട്ടിട്ടുണ്ട്. നല്ല തണലും ഇരിക്കാൻ സുഖമുണ്ട് കേട്ടോ. കാലാവസ്ഥ അടിപൊളിയാണെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്. തന്നെ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പും എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ അത് കാരണം ഫുഡിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. നമുക്ക് അപ്പോൾ കുറച്ച് താറാവിനെയും ഇതിനെയൊക്കെ കാണാം കേട്ടോ. ഇവിടെ എനിക്ക് ഇതിങ്ങനെ പൂള് കെട്ടിയിരിക്കുന്ന വലിയൊരു ഇതാണ് കേട്ടോ. നല്ല വീതിയിലും നീളത്തിലുണ്ട്. ഒരു 300 മീറ്ററോളം, 300 അല്ല അതിൽ കൂടുതൽ മീറ്ററോളം പൂള് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, അവിടെ അറ്റത്തേക്ക് പോയി നോക്കാം. അവിടെ കുറച്ച് താറാവ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ പോയി കാണാം. നോക്കിയേ, അടിപൊളി ഒരു പൂച്ച. എൻ്റെ മക്കൾ പൂച്ചയെ കണ്ടിട്ട് പൂച്ചയുടെ അടുത്ത് പോയിരിക്കണം. തുടരെ സൂപ്പർ പൂച്ച കേട്ടോ. ഈ സ്റ്റൈലൻ പൂച്ച. മുടിയൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ സംഭവം അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അയ്യോ പാവം, നല്ല പൂച്ച കേട്ടോ. നല്ല കുടുംബത്തിൽ പറഞ്ഞ പൂച്ച. ആരോ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് പാർക്കിൽ. സംഭവം വെക്കേഷനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഫൈനൽ എക്സിറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് പൂച്ചയെ കൊണ്ട് കളഞ്ഞിട്ട് പോകും കേട്ടോ. അതിൻ്റെ പൂച്ച അതിനെ പിടിക്കരുതേ. അതിൻ്റെ സ്കിന്നെല്ലാം പാടെ ഇളകി പോയിരിക്കും. ചൂട് കൊണ്ടാണോ എന്നറിയില്ല. വാ 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 കമാൻ. ഇവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പൂളുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയുണ്ട് ആവശ്യം പോലെ. നോക്കിയേ, ഈ തടാകത്തിൻ്റെ ഉടമസ്ഥ അവകാശങ്ങളാണ് ഈ നിൽക്കുന്നവർ. ഓക്കെ, കുറേ എണ്ണമുണ്ട്. 2, 4, 6, 8, 9. 3 ആണുങ്ങളും ബാക്കിയുള്ളവരെല്ലാം പെണ്ണുങ്ങളുമാണ് കേട്ടോ. വെള്ളത്തിൽ ചാടി അവരിതിങ്ങനെ അർമാദിക്കുക തന്നെയാണ് ഇവിടെ. ഈ ചൂടത്ത് ഇത്രയും തണുത്ത വെള്ളം അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു കിടന്ന് കുളിച്ചർമാദിക്കുകയാണ്. ദേ ഈ വരുന്ന എല്ലാം ഇത് താറാവല്ലേ? ഇത് താറാവല്ലേ ഈ വരുന്നത്? ഇത് താറാവല്ലേ? ഇതെല്ലാം അരയനാ? ഈ ചെറുത് അരയനാ? പക്ഷെ ചെറുത് അരയനാണെന്ന് തോന്നുന്നു. പക്ഷെ താറാവ് വിളിക്കും കണക്കാണല്ലോ വിളിക്കണേ. ഇതെനിക്ക് ഇത് താറാവാണെന്ന് തോന്നുന്നു. ഈ ചെറുത് താറാവാണെന്ന് തോന്നുന്നു. ആ കാണുന്നത് അരയനാണ്, വലുത് അരയനാണ്. താറാവും വെള്ളത്തിൽ കിടക്കില്ല. താറാവും കരയിൽ കയറും, വെള്ളത്തിൽ കിടക്കും. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ കുടിയന്മാരും വെള്ളത്തിലല്ലേ കിടക്കണം 24 മണിക്കൂർ. അപ്പോൾ അതെന്താ അരയനാ? ഓക്കെ, ഹായ്. വലിയൊരു തടാകം ഉണ്ടാക്കിയിട്ടിരിക്കണം കേട്ടോ. ഒരു 10,000 അരയന്നത്തിന് ഇറങ്ങി കുളിക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ആകെ ഉള്ളത് 15 എണ്ണോ 16 എണ്ണേ ഉള്ളൂ. ഇത് ചത്തുപോയതാണോ അതോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഊഞ്ഞാലോ ഇതേ പോകണം കേട്ടോ. ഒരു കൊച്ചു പയ്യൻ ഇരുന്ന് പോകുന്നുണ്ട്. നമ്മളെ മൂത്തവന്മാർ 2 പേരും ഒന്നും വന്നിട്ടില്ല. അവർ വേറെ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പോൾ അത് ഇത് കാണുമ്പോഴത്തേക്കും എന്തായാലും വരണമെന്ന് പറയും. ഓക്കെ, ദേ കൊണ്ടുപോയി. അടിപൊളി അടിപൊളി. അത്രയും ദൂരത്തിലേക്ക് പോകുന്ന കേട്ടോ. അവിടെ റൈഡുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം വേണമെന്നുള്ള റൈഡുകളുണ്ട് കേട്ടോ. അവിടെ എത്തി. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അവർ. അവിടെ എത്തി. അവിടെ ഇറങ്ങും. എനിക്ക് തോന്നുന്നു അവിടെ ഇറങ്ങാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് തോന്നുന്നു. അതോ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ അവരുടെ പാൻസൊക്കെ ഇവിടെ നിൽക്കുമല്ലേ, അപ്പോഴത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ദേ അവിടെ പോയി ഇറങ്ങി. ഇത് ആണ് കോബ്ര പാർക്ക് കേട്ടോ. കോബ്ര എൻ്റർടൈൻമെൻറ്റ് സിറ്റി. പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലായിടും അടച്ചിരിക്കുകയാണ് കേട്ടോ. ആകെ 3-4 റൈഡുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ പുതിയ ഗേറ്റൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഗേറ്റ് പണിയുന്നുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ല. അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ
അതിനുള്ളിലൊക്കെ അടച്ചിരിക്കുകയാണ്. ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ട്. കുറേ റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മ്യൂസിക് കേൾക്കുന്നുണ്ട്. നോക്കട്ടെ, കയറാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി വീഡിയോ എടുക്കാം. അവിടെ കുറേ വലിയ വലിയ റൈഡുകളൊക്കെ അതിനകത്താണുള്ളത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്തോട്ട് പ്രവേശനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പ്രവേശനം ഉണ്ടായിരിക്കും. അതിനകത്ത് പ്രവേശനം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു. ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നു, റൈഡുകളൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് റൈഡുകളെല്ലാം വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അതായത് നമുക്കിവിടെ ഗേറ്റിൽ ആളുണ്ടോയെന്ന് ചോദിക്കാം. അവരുടെ അടുത്തുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ അവസാനം കോബ്ര പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കോബ്ര പാർക്കിനകത്തെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. റൈഡുകൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ അണ്ടർ മെയിൻ്റനൻസ് ആണ് കേട്ടോ. ആ കാണുന്ന വലിയ ഡ്രോപ്പുകളുണ്ട്, ആ ഡ്രോപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ആ ഡ്രോപ്പൊക്കെ മെയിൻ്റനൻസിലാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ കെട്ടി മറച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ കുറേയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതൊക്കെ ഇങ്ങനെ പുതിയതുപോലെ കാണുന്നുണ്ട്. പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നോക്കിയേ, ആ കാണുന്നതൊക്കെ റൈഡുകളാണ്. ഇവിടെയൊക്കെ കുറേ റൈഡുകളുണ്ട്. ഇപ്പോൾ എന്തായാലും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻ്റനൻസ് ഫിനിഷായ സംഭവം അടിപൊളിയാവും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രെയിനും അതും ഇതൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് റൈഡുകൾ. നല്ല റോളർ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, വലിയത്. പിന്നെ ഈ ഒരു ഡ്രോപ്പ് ഇല്ലാതുണ്ടെങ്കിലും അടുത്ത വേറെ ഡ്രോപ്പുകളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഡ്രോപ്പാണ്. അത് ഡ്രോപ്പല്ല എന്ന് തോന്നുന്നത്, അത് ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് പോവാണ്. പക്ഷേ ഇതാണ് ഡ്രോപ്പ്. ഇതിപ്പം കേടായി കിടക്കുന്നതുകൊണ്ട് അണ്ടർ കൺസ്ട്രക്ഷനിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പണി നടക്കുകയാണ് കേട്ടോ. എല്ലാം കമ്മിങ് സൂൺ എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബ്രേക്ക് ഡാൻസ് അതൊക്കെയുണ്ട് ഇവിടെ. ഇവിടെ ഉള്ളതുണ്ടോ, ഏറ്റവും വലിയ ഡ്രോപ്പാണ് ഈ കാണുന്നത്. ഈ ഡ്രോപ്പ് വർക്ക് ചെയ്യുന്നില്ല കണ്ടോ. ഇത് ഇനി അണ്ടർ മെയിൻ്റനൻസ് ആണോ അതോ ഇത് മാറ്റി വെച്ചിരിക്കുകയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ടോ കുറേ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കമ്മിങ് സൂൺ വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് ഈ റൈഡുകളൊന്നും ചെയ്യാമെന്നും ആരെയും കാണുന്നില്ല. കുറേ വർക്കേഴ്സ് മാത്രമുണ്ട്, ഒരു കുട്ടികളെ പോലും കാണുന്നില്ല. ഇത് ആൾക്കാർ വരാത്തതെന്ന് അറിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഔപചാരികമായിട്ട് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷനിൽ തന്നെയാണുള്ളത്, മെയിൻ്റനൻസിൽ. കണ്ടോ അവിടെയൊക്കെ നല്ല വലിയ 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 റൈഡുകളുണ്ട്. ആ റൈഡുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റൈഡുകളെല്ലാം അണ്ടർ മെയിൻ്റനൻസ് ആണ് കേട്ടോ. സംഭവം മ്യൂസിക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ കണക്ക് ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞു പോലും കളിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒരു ഫാമിലിയും കാണുന്നില്ല. നോക്കി ഇവിടെ 4-5 ഓപ്പറേറ്റർമാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവർ മാത്രമേ ഉള്ളൂ. വലിയൊരു പാർക്കാണ് സംഭവം. ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല. അവിടെ എന്തോ ഒരു ഫാമിലിയെ കാണുന്നുണ്ട് കേട്ടോ. 1-2 കുട്ടികളുണ്ട് അവിടെ. അവിടെയൊക്കെ കാറൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇതെല്ലാം മെയിൻ്റനൻസ് കിടക്കാറുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ അതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുക. 2-3 കുട്ടികളുണ്ട് കേട്ടോ. ഹോളിഡേ ആയിട്ടും ആരെങ്ങനെ കളിക്കാനൊന്നും ഇല്ല. നോക്കിയാൽ ആകെ 2 ഫാമിലിയാണ് ഉള്ളത്, അല്ലാതെ ആരുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ഫാമിലിയാണ്. ഫാമിലി ആകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. ഇത് നോക്കി, ഇത് ലിഫ്റ്റാണ്, അല്ല അതുപോലെ ഡ്രോപ്പല്ല. ഡ്രോപ്പ് വർക്ക് ചെയ്യുന്നില്ല. ഈ ലിഫ്റ്റിങ്ങിൻ്റെ ഇതുണ്ട് ഇവിടെയൊന്നും. പക്ഷേ ഈ ഒരാളിനെ 2 പേരെയൊന്നും കൊണ്ടൊന്നും
ഇവരിത് വർക്ക് ചെയ്യിക്കില്ല. ഒരു കുട്ടി മാത്രം കാർ ഓടിച്ച് കളിക്കുന്നു. അവിടെ നോക്കാം, ആ കാർ ഓടിക്കുന്ന ഭാഗത്ത് നോക്കട്ടെ. ചിന്നിച്ചോട്ട് കാർ ഓടിക്കണ ചോദിക്കട്ടെ ആങ്കിളിൻ്റെ അടുത്ത് എത്രയാണ്. ഇവിടെ എങ്ങനെ വേണ്ടോ, ഈ റൈഡ് ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. ആകെ ഈ ഒരു റൈഡിൽ മാത്രം ആളുണ്ട്, വേറെയുള്ള റൈഡിലൊന്നും ആരുമില്ല കേട്ടോ. റൈഡുകളൊക്കെ ഉണ്ട്, പക്ഷേ റൈഡുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, ആളില്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ 2 മക്കളെൻ്റെ കാറ് ഡ്രൈവ് ചെയ്യാതെ കേട്ടാ, ഇതിനകത്തുള്ള ഇലക്ട്രിക് കാറ്. അവർ രണ്ടുപേരും കൊണ്ടുപോയി ഇടിച്ച് ബോൾ ഓടിക്കുന്നുണ്ട്. മോൻ എത്രത്തോളം പിടിയേറ്റിയില്ല, മോനത് മനസ്സിലാവുന്നില്ല. മോൻ ആകെ ടെൻഷനിലാണ്, ഓടിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവൻ ശരിയാവും തോന്നണം. ബോൾ അവിടെ എവിടെയൊക്കെ കൊണ്ടത് ഇടിച്ച് പറിക്കുന്നുണ്ട്. എന്തായാലും ഈ കാണുന്ന കുറച്ച് റൈഡുകളും കൂടെ ഉണ്ട്, അതാണ് ഇതിൻ്റെ എൻഡ്. ഞാനിവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അയാൾ പറയണതെന്ന് വെച്ചാൽ കസ്റ്റമറുണ്ട്, പക്ഷേ അവരൊക്കെ രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ കിഡ്സുമായിട്ട് വരുള്ളൂ. അപ്പോൾ രാത്രി ഒരു 12 മണി വരെ ഇവിടെ ഈ റൈഡുകളെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമർ ഉണ്ടാവും എന്നാണ് പറയുന്നത്, അല്ലാതെ ഇപ്പോൾ കസ്റ്റമർ ഇല്ലാത്തതല്ല. പക്ഷേ നമ്മളിപ്പം ഈ ഒരു 5-6 മണിക്ക് വന്നതുകൊണ്ട് ഇവിടെ കസ്റ്റമർ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നു. അവിടെ കുറച്ച് റൈഡുകളും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഇതൊക്കെ കൂടുതലും കിഡ്സിൻ്റെ റൈഡുകളാണ്. ഇതിപ്പോൾ മെയിൻ്റനൻസ് ചെയ്തതേ ഇവിടെ കണ്ടില്ലേ, ഈ തറയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല ടൈലൊക്കെ ഇട്ട് സ്റ്റഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും കൂടി കുറച്ച് റൈഡുണ്ട്. പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, ആ കാണുന്നത് ഓപ്പൺ സ്റ്റേജാണ്. ഇപ്പോൾ എന്തായാലും സന്ധ്യയോടെ എടുത്തിരിക്കുകയാണ് സമയം. ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ഇവിടുത്തെ വേറെ കാഴ്ചകളൊന്നും കാണാനില്ല. ഇത്രയൊക്കെ തന്നെയാണ് കിങ് ഫഹദ് പാർക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.